പ്രശസ്തരുടെ സിഗ്നേച്ചർ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയ ഹബീബ് അഹമ്മദ് ഓർമ്മയായി. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും APJ അബ്ദുൽ കലാമിൻ്റെയും ഒക്കെ വെറൈറ്റി ഹെയർ സ്റ്റൈലുകൾക്ക് പിന്നിൽ ഹബീബിൻ്റെ കൈകളാണ്. ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നതിലുപരി തൻ്റെ വഴിയെ കുറേ മനുഷ്യരെ നടത്താൻ പ്രചോദനകരമായ വ്യക്തിത്വം കൂടിയാണ് ഹബീബ് അഹമ്മദ്. ഹിമ ഹരിദാസ് ചേരുന്നു തത്സമയം. ഹിമ, ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ്. അതായത് എനിക്ക് തോന്നുന്നു APJ അബ്ദുൽ കലാമൊക്കെ അധികാരത്തിലേക്ക് വരുന്ന സമയത്താണ് ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് നടക്കാൻ താല്പര്യപ്പെട്ട അദ്ദേഹത്തിന് അത് വെട്ടാതെ തന്നെ ആ വളർന്ന മുടിയോടെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സഹായിച്ചു എന്നൊക്കെ വലിയ റൈറ്റപ്പുകൾ വന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ഹിമയ്ക്കും ഓർമ്മയുണ്ടാവും അല്ലേ? അങ്ങനെ ഒരാൾ ഓർമ്മയാവുമ്പോൾ ബാക്കിയാക്കി പോയത് ചരിത്രം കൂടിയാണ് അല്ലേ? തീർച്ചയായും മോത്തി, ഒരു കാലഘട്ടത്തെ ചീകി ഒതുക്കിയ ഒരു മനുഷ്യൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹബീബ് അഹമ്മദ് ഓർമ്മയാകുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവൊരിക്കലും അവിടെ ഇല്ലാതാകുന്നില്ല. നമ്മളിപ്പോഴും ഇനി കലാമിന്റെ ആണെങ്കിലും അതെ ഇന്ദിരാഗാന്ധിയുടെയും ആണെങ്കിലും അതെ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഓർക്കും അപ്പോഴും ഹബീബ് അഹമ്മദിനെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം മുതൽ തന്നെ ഓർത്തെടുത്താൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെയും മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെയും ഒക്കെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ അച്ഛന്റെ വഴിയാണ് ഹബീബ് അഹമ്മദ് ഹെയർ സ്റ്റൈലിംഗ് എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തുന്നത്. വിദേശത്ത് പോയിട്ടായിരുന്നു പഠനം. അവിടെ നിന്ന് പഠിച്ച് നാട്ടിലേക്ക് എത്തി. സ്വാഭാവികമായും അച്ഛന് ഗാന്ധി കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടർന്നു പോന്നു. ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈൽ ചെയ്തു. അന്നാണ് ഈ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ കറുപ്പും വെളുപ്പും കലർന്ന മുടി, അതിൽ നിന്ന് വെളുപ്പ് അങ്ങനെ ഡൈ ചെയ്ത് മാറ്റാതെ അതിനും ഒരു ഭംഗിയുണ്ട് എന്നുള്ള അതേപടി തന്നെ നിലനിർത്തി ബോബ് ചെയ്ത ഇന്ദിരാഗാന്ധിയുടെ ഒരു ഹെയർ സ്റ്റൈൽ അതെന്നും കുറച്ച് യുണീക്കാണ്. ഇന്ദിരാഗാന്ധിയുടെ ആണെങ്കിലും അതെ ഇനിയിപ്പോൾ അബ്ദുൽ കലാമിന്റെ ആണെങ്കിലും അതെ ഹെയർ സ്റ്റൈൽ യുണീക്കാണ്. ഇപ്പോഴും അതേ കുറച്ച് ബോബ് ചെയ്ത ഹെയർ സ്റ്റൈലിൽ ആരെ കണ്ടാലും നമ്മൾ ഇന്ദിരാഗാന്ധി ലുക്കാണ്. അപ്പം അന്ധകാലത്തിൽ നിന്ന് ഇപ്പോഴും നമ്മളത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഇന്ദിരാഗാന്ധി ഹെയർ സ്റ്റൈൽ എന്ന് ഇപ്പോഴും അതിനെ ഓർത്തെടുക്കുന്നത് കൂടി. ഇങ്ങനെ നേതാക്കളുടെ പ്രതിച്ഛായയെ അതേപടി തന്നെ നിലനിർത്താൻ ശരിക്കും ഒരു കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിയായി തന്നെ ഹബീബ് അഹമ്മദിനെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിംഗ് എന്നതിലുപരിയായി അന്നൊക്കെ ഒരു മുടിവെട്ടുകാരൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു തൊഴിലായിരുന്നു. അതിൽ നിന്ന് വിദേശത്ത് പോയി പഠിച്ച് അതൊരു കലയാണ് എന്ന് ആളുകളിലേക്ക് എത്തിക്കാനും കൂടുതൽ ആളുകളെ തന്റെ വഴിയെ എത്തിക്കാൻ കൂടി പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയിട്ടുള്ളതാണ് ഹബീബ് അഹമ്മദ്. തീർച്ചയായിട്ടും ഞാനും അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അതായത് തികഞ്ഞ ഒരു കലാകാരന് മാത്രമാണ് ഒരാളുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകാതെ, പ്രകൃതിയായി നൽകിയിട്ടുള്ള ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റം വരുത്തി മനോഹരമാക്കി തുടർന്നു കൊണ്ടുപോകാൻ സഹായിക്കാൻ കഴിയും. അങ്ങനെ പറയുകയാണെങ്കിൽ ഹബീബ് അഹമ്മദ് ഒരു തികഞ്ഞ കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ എല്ലാ കാലത്തും ആ പേര് സുവർണ്ണ ലിപികളിൽ തന്നെ ഉണ്ടാവും. ഹിമ ഹരിദാസിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.